ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കെ രാജീവൻ, ജനറൽ സെക്രട്ടറി രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് പി വിജയകുമാർ, ജില്ലാ സെക്രട്ടറി ബാലേന്ദ്രൻ, ഞങ്ങൾ ഒരു സമരത്തിൻ്റെ പാതയിലേക്കാണ്. കഴിഞ്ഞ മാസം 16-ാം തീയതി കളക്ടറേറ്റ് മുമ്പിൽ ഒരു ധർണ്ണ നടന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതുകൊണ്ട് നാളെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഒരു ധർണ്ണ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ധർണ്ണ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യായ മുൻ സഹകരണ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ അവരുകളാണ്. എന്നാൽ ജീവനക്കാർക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. 2001 എടുത്ത അന്നത്തെ കണക്ക് പ്രകാരം നോക്കുമ്പോൾ ഞങ്ങൾക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം എന്ന് പറയുന്നത് മാക്സിമം ഒരു ജനറൽ മാനേജർക്ക് 20,000 രൂപ. 5 ശമ്പളപരിഷ്കരണം കഴിഞ്ഞു ജീവനക്കാർക്ക്. അതിന് ആനുപാതികമായ വർധന അവർക്ക് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു ബ്രാഞ്ച് മാനേജർ പോലും ശമ്പളം വാങ്ങിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ആ ശമ്പളം 2 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് 45 ലക്ഷം രൂപ കോൺട്രിബ്യൂഷൻ അടച്ചിട്ട് പുറത്തിറങ്ങുന്ന ഞങ്ങളെപ്പോലുള്ള അന്ന് ജീവനക്കാരായിരുന്ന ഇന്ന് പെൻഷനാകുന്നവർക്ക് കിട്ടുന്ന വെറും 26,180 രൂപ മാത്രം. അപ്പം ഇതിനെ കാലാകാലങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടേറെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും അവർ തക്കതായ ഒരു പ്രതിഫലം വർദ്ധിപ്പിക്കാനോ പെൻഷൻ വർദ്ധിപ്പിക്കാനോ തയ്യാറാകുന്നില്ല. അതിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ ഒരു സമരത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നത്. ഇപ്പോഴത്തെ ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഞങ്ങളുടെ കുറ്റം കൊണ്ട് ഉണ്ടായതല്ല. കേരള ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തു പോകുന്നവർ ആനുപാതികമായ അവരുടെ വിഹിതം ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന റിട്ടയർ ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ നഷ്ടപ്പെടുകയും അവർക്ക് പെൻഷൻ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ 1,500ഓളം ജീവനക്കാരുടെ ഷോർട്ടേജ് കേരള ബാങ്കിലുണ്ട്. ആ ജീവനക്കാരെ നിയമിച്ചെങ്കിൽ മാത്രമേ അവരുടെ കോൺട്രിബ്യൂഷൻ കൂടി വന്നെങ്കിൽ മാത്രമേ ഈ ഫണ്ട് കൂടുതൽ ആകർഷകമാക്കാൻ കഴിയത്തുള്ളൂ. അതിന് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ 5 കൊല്ലത്തിന് മുമ്പ് ഒരു കമ്മീഷൻ വെച്ച് അവരും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കമ്മീഷൻ വെച്ചതായിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾക്ക് പക്ഷേ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ഈ അടുത്ത സമയത്ത് ഒരു ഉത്തരവ് ഗവൺമെൻറ് ഇറക്കി. 5% DA കിടക്കാലാശ്വാസം തരാമെന്നും പറഞ്ഞൊരു ഉത്തരവാണ് ഇറക്കിയത്. ആ ഇറക്കിയ ഉത്തരവ് അന്ന് 11 മണിക്ക് ഇറക്കിയ ഉത്തരവ് 5 മണിയപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. അതിനകത്ത് മിനിമം പെൻഷൻ മാക്സിമം പെൻഷൻ ഇപ്പം നിലവിലിരിക്കുന്ന 3,000 രൂപ 4,500 രൂപയായിട്ട് മിനിമം പെൻഷൻ 4,500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞു. ആ 2 ഓർഡറുകളും അന്ന് തന്നെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പം ഞങ്ങൾ ഫലത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ DA പോലും ഞങ്ങൾക്കില്ല. ഈ 26,180 രൂപ കിട്ടുമ്പോൾ അതിനകത്തൊരു DA പെർസെൻറ്റേജ് പോലും ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കാലത്ത് 5% DA നമ്മുടെ ബാലകൃഷ്ണൻ സാറ് സഹകരണ മന്ത്രിയായിരുന്നപ്പോൾ 5% DA തന്നു. അതിനുശേഷം ഓരോ വർഷവും ഓരോ DA ശതമാനം കൂട്ടിക്കൊണ്ട് 9% DA ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. 2020 ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ഈ DA ഞങ്ങളുടെ പെൻഷൻ ഞങ്ങൾക്ക് കിട്ടുന്ന ബേസിക് പെൻഷൻ ലയിപ്പിച്ചുകൊണ്ട് ആ DA നിർത്തലാക്കി. അപ്പം അതിനവർ പറയുന്ന കാരണങ്ങൾ ഈ ഫണ്ടില്ല എന്നുള്ള ഫണ്ടിൻ്റെ ഷോർട്ടേജൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടോ ഞങ്ങളുടെ ജീവനക്കാരുടെ കുഴപ്പം കൊണ്ടോ പെൻഷൻകാരുടെ കുഴപ്പം കൊണ്ടോ ഉണ്ടായ ഫണ്ടിൻ്റെ ഷോർട്ടേജ് അല്ല. കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ഗവൺമെൻറ്റുകളിലൊക്കെ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ മന്ത്രിക്കും ബഹുമാന്യായ മന്ത്രിക്കും സഹകരണ രജിസ്ട്രാർക്കും സഹകരണ സംഘം പെൻഷൻ ബോർഡിനും കേരള സെക്രട്ടറിക്കും പെൻഷൻ ബോർഡിനും നമ്മുടെ കേരള ബാങ്കിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും പരിഗണിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഞങ്ങളെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി അടിയന്തരമായിട്ട് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പം ഇങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് നാളെ നമ്മൾ സമരം നടത്തുന്നത്. ധർണയ്ക്ക് ആധാരമായ കാര്യങ്ങളൊക്കെ നമ്മളെ പ്രസിഡന്റ് സംസാരിച്ചു. നാളെ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങൾക്ക് ജില്ലാ സഹകരണ ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്ക് ജീവനക്കാർക്ക് പെൻഷൻ അനുവദിച്ചു തന്ന അന്നത്തെ മന്ത്രി തന്നെയായ ശ്രീ ജി സുധാകരനാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ആവശ്യം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന 9% DA ഏകപക്ഷീയമായി സർക്കാർ നിർത്തൽ ചെയ്യുകയാണ്. ആ പരിപാടി അവസാനിപ്പിക്കണമെന്നും DA പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമരം ചെയ്യുകയും ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശത്തെ തുടർന്ന്
ഈ കാര്യം പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഗവൺമെൻറ് അതിന് തയ്യാറായത്. അതിനുശേഷം ഒരു കമ്മിറ്റിയെ വെച്ചു 4 മാസം കൊണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് 14 മാസം എടുത്തിട്ടാണ് അവർ റിപ്പോർട്ട് കൊടുത്തത്. 14 മാസം കഴിഞ്ഞ് റിപ്പോർട്ട് വാങ്ങിയ ശേഷം 4 മാസം കഴിഞ്ഞ് 5 മാസമായി. എന്നിട്ടും ആ റിപ്പോർട്ട് പുറത്തു വിടാനോ അത് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്യാനോ സർക്കാർ തയ്യാറായിട്ടില്ല. ഇതിന് പ്രതിഷേധിച്ചാണ് ഞങ്ങൾ 16-ാം തീയതി എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ധർണ നടത്തിയത്. ഉടനെ തന്നെ 23-ാം തീയതി 5% DA ഈ 4,500 രൂപയാക്കി മിനിമം പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടൊരു ഉത്തരവിറക്കി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ദിവസം ഇറക്കിയ ഉത്തരവ് അന്ന് തന്നെ റദ്ദ് ചെയ്യുന്നത് ആദ്യമായിട്ട് കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ. അത് ഞങ്ങളുടെ പെൻഷൻ പദ്ധതി. ഞങ്ങളുടെ പെൻഷൻ പദ്ധതി സ്വാശ്രയ പെൻഷൻ പദ്ധതിയാണ്. സർക്കാരിൻ്റെ ഒരു ഫണ്ടും ഞങ്ങൾക്ക് തരുന്നില്ല. ഞങ്ങളെ PF വിഹിതം മാത്രം ഉപയോഗിച്ചിട്ടുള്ള പെൻഷൻ പദ്ധതിയാണ്. അതിൽ ന്യായമായ ഒരു വർധനവ് വേണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതേപോലെ ഈ പെൻഷൻ പദ്ധതി കേരള ബാങ്ക് ഏറ്റെടുക്കണമെന്ന് കഴിഞ്ഞ കമ്മിറ്റിയും ശുപാർശ ചെയ്തു, ഈ കമ്മിറ്റിയും ശുപാർശ ചെയ്തു. എന്നിട്ടും കേരള സർക്കാർ അതിന് മുൻകൈ എടുക്കുന്നില്ല. ഈ സമരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടിയുള്ളത്, സർക്കാരിൽ നിന്ന് ഒരു കാശും കിട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഞങ്ങളെ തന്നെ 400 കോടി രൂപ നിക്ഷേപമായിട്ടുണ്ട്. ഈ നിക്ഷേപങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് ഈ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഡ്യൂ ആവുമ്പോൾ അത് പുതുക്കി വെക്കാൻ പോലും ഇപ്പോഴത്തെ പെൻഷൻ ബോർഡിലെ ആളുകൾക്ക് കഴിയുന്നില്ല. 1 കൊല്ലം കഴിയുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് നടത്താൻ, റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല.